കൂട്ടുകാരെ, ഇത് തമ്മനത്ത് പുതിയതായിട്ട് തുടങ്ങിയ ക്ലബ് ഷവായിന് സമയമുള്ളവർ മാത്രം ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വന്നാൽ മതി. കാരണം ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, സമയം കുറച്ച് നേരം ഉള്ളവർ വന്നാൽ മതി. കാരണം ഓടി വന്ന് ഫുഡ് കഴിച്ച് പോവാന്നുള്ള ആ ഒരു സെറ്റപ്പ് ഇവിടെ നടക്കില്ല. കാരണം അത്രയും തിരക്കുണ്ട്. ഫുഡ് നല്ലതായതുകൊണ്ടാണ് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിന്ന് ഫുഡ് കഴിക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പേര് കൊടുക്കണം. പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് കാവൊക്കെ കുടിക്കാൻ കിട്ടും. ഹലോ, ആ അതെ, ഫ്രണ്ടിലെ കാവ തീർന്നുണ്ട്. റീഫിൽ ചെയ്യാറുണ്ടോ നിങ്ങൾ? തീർന്നു കഴിഞ്ഞാൽ ഇല്ല അല്ലേ? കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഫിൽ ചെയ്യാറില്ല അല്ലേ? ഓക്കെ ഓക്കെ, ആ ശരി ശരി, ഓക്കെ. കാവ തീർന്നാൽ ആ കെറ്റിലും ഗ്ലാസ് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ വരുന്നവരെല്ലാവരും പോയിട്ട് കാവ നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അപ്പൊ ആ ഗ്ലാസ് അവിടെ ഇട്ട് വേസ്റ്റ് ആക്കണ്. എന്തായാലും അത് നോക്കിയിരുന്ന് കുറെ സമയം പോയി. അങ്ങനെ നമുക്കും അകത്ത് കയറാനുള്ള സമയം എത്തി. നമ്മളകത്ത് കയറി. ഫുഡൊക്കെ നമ്മുടെ മേശപ്പുറത്ത് വന്നു. സംഭവം കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. അടിപൊളിയായിട്ടുണ്ട് കാണാൻ തന്നെ. രണ്ടു മന്തിയും കഴിച്ചു നോക്കി. കാണുന്ന പോലെ തന്നെ ടേസ്റ്റിലും ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു. അറബിക് മന്തി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ട് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ കുന്നങ്ങളോണ്ട് ടേസ്റ്റ് ആവും കിട്ടാറ്. പക്ഷെ ഇത് അറബിക് എന്ന് പറഞ്ഞാൽ അറബിക് തന്നെ. അടിപൊളിയായിരുന്നു. ഇത് പെരി പെരിന് ഇതിന്റെ മസാല ഗംഭീരാണ്. അത്യാവശ്യത്തിന് എരുണ്ട്. അതുപോലെ ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് സംഭവം കിടുക്കനായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ചിക്കന്റെ സോഫ്റ്റ്നെസ് ആണ്. അത് ഒരു രക്ഷയില്ല. പഞ്ഞി പോലെ അടിപൊളിയായിരുന്നു. ഇവരുടെ മയോണീസും സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. അതുപോലെ ഇവരുടെ ഈ സലാഡ് ഉണ്ട്, അതിൽ ചെറുതായി പഴുത്ത മാങ്ങ കരിഞ്ഞിട്ടിട്ട് അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. വേറെ ഒരുത്തിന്ന് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. സംഭവം എല്ലാം കിടുക്കനായിരുന്നു. നമ്മൾ കഴിച്ച എല്ലാ ഫുഡും നമുക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് കഴിക്കാൻ തോന്നും. നമുക്ക് മതിയാവില്ല. വയറ് നിറഞ്ഞാലും വീണ്ടും കഴിക്കാൻ തോന്നും. നമ്മ കഴിച്ചങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേര് അകത്ത് കയറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണ്. സംഭവം അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള ഹോട്ടൽ തന്നെയാണ്. അപ്പൊ കൂട്ടുകാർ മിസ് ചെയ്യരുത്. ഇതിലേ പോകുമ്പോൾ ഇവിടെ കയറി ഫുഡ് കഴിക്കണം.